വചനമൊഴി മെയ് 1. വചനഭാഗം കൊളോസോസ് 3:14-17, മത്തായിയുടെ സുവിശേഷം 13:53-58. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ഈ ഉപമകൾ അവസാനിപ്പിച്ചപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചന്റെ മകനല്ലേ? ഇവന്റെ അമ്മ മറിയം എന്ന് വിളിക്കപ്പെടുന്നവളല്ലേ? യാക്കോബ്, യൗസേപ്പ്, ശിമിയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരന്മാർ? ഇവന്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. ഈശോ അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൽ നാം കാണുന്നത് പോലെ ഈശോയുടെ ഭൗമികമായ ഐഡന്റിറ്റി സാധാരണക്കാരന്റെ ഭാഷയിൽ തച്ചനായ യൗസേപ്പിന്റെ മകനും മറിയത്തിന്റെ മകനും എന്നുള്ളതായിരുന്നു. ലോകത്തിന്റെ മുൻപിൽ സാധാരണ ഒരു മനുഷ്യനായി അവതരിച്ച് അസാധാരണമായ വിധത്തിൽ മാനുഷികത ജീവിച്ച് തൻ്റെ ജീവിതത്തിലൂടെ പ്രവൃത്തികളിലൂടെ താൻ മനുഷ്യപുത്രൻ മാത്രമല്ല ദൈവപുത്രനുമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഈശോയിലാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. ദൈവപുത്രനായവൻ ഒരു തച്ചന്റെ മകനായി ജനിക്കുന്നു. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഈശോയെ അറിഞ്ഞ് അവനിൽ വിശ്വസിക്കുക. പ്രകാരം മിശിഹായിൽ വിശ്വസിക്കുന്നവനിലാണ് അവിടത്തേക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. മിശിഹായെ അവിശ്വസിക്കുന്നവനിൽ അവിടുന്ന് പ്രവർത്തിക്കുകയില്ല. വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഈശോ വെളിപ്പെടുത്തിയ ദൈവപിതാവിനെ വിശ്വസിക്കുന്നതിനും ദൈവപിതാവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നതിനും ഈശോയെ അനുഗമിക്കുന്നവരായി മാറുക. അതാണ് ഓരോ ക്രൈസ്തവനും ചെയ്യേണ്ടത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാൾ ദിവസമാണ് ഇന്ന്. ഈശോയുടെ ഭൗമികമായൊരു ഐഡന്റിറ്റി തച്ചൻ്റെ മകൻ എന്നുള്ളതായിരുന്നു. ദൈവപുത്രനായിരിക്കെ തച്ചൻ്റെ മകനായി മനുഷ്യാവതാരം ചെയ്ത് തൊഴിലിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും തൊഴിലിനെ വിശദീകരിക്കുകയും ചെയ്ത ഈശോയെ നമുക്കിന്ന് പ്രത്യേകമായിട്ട് അനുസ്മരിക്കാം. എല്ലാ തൊഴിലാളികളെയും തൊഴിൽദായകരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. യൗസേപ്പ് പിതാവ് തൻ്റെ തൊഴിലിൻ്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് ആ തൊഴിൽ പരിശീലിച്ച് വളർന്ന ഒരു ഈശോയുടെ മുഖമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. തൊഴിലിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുവാനും നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും അതിൻ്റേതായ മഹത്വമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൽ വളരുവാനും നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.